അസ്സലാമലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്കൊരു 3/4 കിലോ മട്ടനും അതേപോലെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഇത് വേവാൻ വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വിസ്ത തയ്യാറാക്കാം കേട്ടോ, ഉള്ളി പൊരിച്ചെടുക്കാൽ. അപ്പോൾ നമുക്ക് ഇതിൽ ഞാനൊരു 3 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ ബിരിയാണിക്കാണ് ആവശ്യത്തിനുള്ള വിസ്തയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസൊക്കെ കൂടി കൂട്ടിയിട്ടാണ് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിസ്ത ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മസാലയൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 6 സവാളയാണ് എടുക്കുന്നത്. 3 തക്കാളിയും 6 സവാളയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് എടുക്കണത്. 3/4 കിലോ അരിയും അതേപോലെ തന്നെ 3/4 കിലോ മട്ടനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അപ്പോൾ ഞാനിത് വിസ്ത പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും അടിപൊളിയായിട്ടും കിട്ടാൻ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്നട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായി. ഇപ്പം നമുക്ക് കുറച്ച് കിസ്മസും ലാസ്റ്റ് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേട്ടോ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പൊരിക്കൽ സവാളയും അതുപോലെ കിസ്മിസും കാഷ്നട്ടൊക്കെ പൊരിച്ചതിന് ശേഷം ഇന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെയ്ച്ചോറ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പട്ടട കഷ്ണം അതുപോലെ സാജീരകം വലിയ ജീരകം ഒരു നുള്ളി ചെറിയൊക്കെ ഓരോ നുള്ളാണ് ഇട്ടിരിക്കണം കേട്ടോ. കാരണം കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണല്ലോ. അപ്പോൾ പിന്നെ അതിലേക്ക് ജാതി പത്രിയുടെ ഒരു കഷ്ണം, ഏലക്ക, സ്റ്റാറിൻ്റെ ഒരു ചെറിയ പൊട്ട് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാ മസാലയും ഇട്ടിട്ട് അതിൽ തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ റൈസ് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ മട്ടൻ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ റൈസ് വറുത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ അല്ലേ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാ മസാലകളും നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ കൂട്ടുമ്പോഴാണ് ആ നെയ്ച്ചോറിന് നമ്മൾ ശരിക്കും കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ഫ്ലേവർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ജീരകം അതുപോലെ ചെറിയ ജീരകം അത് ഓരോ നുള്ള്, അതേപോലെ വലിയ ജീരകം 2 നുള്ള്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ ഒരു സ്റ്റാറിൻ്റെ ചെറിയൊരു കഷ്ണം, പിന്നെ ജാതിപത്രി ഒക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരി റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ റൈസിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബിരിയാണി റൈസ് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബിരിയാണി ചെമ്പിലാണ് ഞാൻ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുത്തത്. നല്ല തിളച്ച വെള്ളമാണ്. കാരണം നമ്മൾ വറുത്ത റൈസാകുമ്പോൾ റൈസ് തയ്യാറാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ലംബ ലീഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലംബയുടെ ലീഫ് 2 എണ്ണം ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ഈ റൈസ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ബിരിയാണി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് പെൻഡിങ് ആയിരുന്നു, ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഉണ്ടായില്ല. കാരണം ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും കാരണം കേട്ടോ ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അടിപൊളി സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യും മറ്റുള്ള എല്ലാ സംഭവങ്ങളും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇതിലേക്ക് കോരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കട്ടപ്പിടിക്കണേന് നന്നായിട്ട് ചട്ടകം വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അതിലേക്ക് ഉപ്പും ഇതിക്ക് പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. ഇപ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി റൈസ് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാട്ടോ. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇടും കേട്ടോ. അപ്പോൾ നമുക്കിനി ബിരിയാണിയുടെ മസാല തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടനും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസൊക്കെ വറുത്ത ആ ചട്ടി തന്നെ റെഡിയാക്കിയിട്ട് അതിൽ തന്നെയാണ് മസാല ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സവാള ഞാൻ അരിഞ്ഞത്, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ആ ഒരു പിന്നെ അണ്ടിയും മുന്തിരിയും പിന്നെ ഒക്കെ വറുത്ത കുറച്ച് ഓയിലാട്ടോ. അപ്പോൾ ഇതിലേക്ക് വളരെയധികം ഓയിലും ഒക്കെ വളരെ കുറച്ചതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നെയ്യാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതാ കറിവേപ്പിലിട്ട് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോഴാണ് മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ നമ്മളെ റൈസ്. ഇനി ഹാഫ് കുക്കാവുമ്പോൾ ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റിയിട്ടുണ്ട്, എന്നാലും ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ടൊരു കുഴഞ്ഞ പരുവത്തിലാവും ചെയ്യും. ആ സമയത്ത് സിമ്മാക്കിയിട്ട് നമ്മൾ സിമ്മിലിടുക. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി റൈസ് ആയിരിക്കും കേട്ടോ, അടിയിലൊന്നും പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ തക്കാളി ഇടുകയാണ് കേട്ടോ. തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഈ തക്കാളിയും സവാളയൊക്കെ ഒന്നാവണം, അപ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ നോൺ സ്റ്റിക്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ഇൻഡാലിയത്തിന് നല്ല അടിക്കട്ടിയുള്ള ചട്ടിയിൽ വേണം നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടിൻ്റെ ചൂടിലാണ് നമ്മൾ പെട്ടെന്ന് ഈ ഇത് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പം ഇതിലേക്ക് സഫ്രോണൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പിന്നെ പാലിലാണ് ഈ ഒരു സഫ്രോൺ ചെയ്യണത്. ഒരു 2 നുള്ളി സാഫ്രോൺ ഇട്ടിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മാകുമ്പോഴത്തേന് ഈ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ പാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ഡ്രോപ്സ് റോസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഈ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റാവാനായിട്ട്. അപ്പോൾ അതാ ഞാനൊന്ന് നന്നായിട്ട് കുത്തിയൊന്ന് ഉടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാടൻ തക്കാളി അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്തിരി മെൽറ്റാവാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെയധികം മസാലയൊക്കെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ. കാരണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ മട്ടൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലയാണ് ഇട്ടെടുത്തത്. ഇതിലെല്ലാം ചേർത്തിട്ടുള്ളൊരു ബിരിയാണി മസാലയാണ്. ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണി മസാല സൂപ്പറായിട്ടുള്ള മസാലയാണ്. അപ്പോൾ ആ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിതായി മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ മീറ്റ് മാത്രം ഞാനത് മാറ്റി വെച്ചു. ഇനി ഇത് മസാല നന്നായിട്ട് നല്ല പരുവ് അതിന് ശേഷം മാത്രമാണ് ഞാൻ മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ മട്ടൻ്റെ നല്ല ഫ്ലേവർ വരും അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് കുരുമുളകാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എരിവും ഫ്ലേവറൊക്കെ നമ്മൾ മട്ടനൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കുരുമുളകാണ് നമ്മൾ നന്നായിട്ട് ഇടുക. അപ്പോൾ നന്നായിട്ട് ക്രഷാക്കിയിട്ടാണ് കേട്ടോ, പൊടിയായിട്ടല്ല ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മട്ടനൊക്കെ കടിക്കുമ്പോൾ ഒരു ക്രഷായിട്ട് ഇടുമ്പോൾ ഈ കുരുമുളക് കടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്ത പൊരിച്ചതുണ്ടല്ലോ, കാഷ്നട്ടും മുന്തിരിയും അതുപോലെ കുറച്ച് പിസ്ത അവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ള എല്ലാ ഉള്ളി പൊരിച്ചതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ടോ, നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റൈസ് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്നൊന്ന് വിട്ട് നല്ല എന്താ പറയുക ഓരോന്നായിട്ട് റൈസൊക്കെ വിട്ടുള്ള പരുവത്തിലാണ് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈസ് നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ അതിന് ഞാൻ മട്ടൻ വേവിച്ചതും ഞാൻ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മട്ടനിലേക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി പരുവാകുമ്പോൾ ഈ മട്ടനിലേക്ക് നല്ല ഈ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ.
പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഈ ഒരു മട്ടൻ്റെ ഒരു കുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ആ മട്ടൻ്റെ കുത്ത് വരുന്നതിന് കുറച്ച് പശുവിൻ്റെ പാൽ കേട്ടോ. അത് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് മട്ടൻ്റെ ഒരു കുത്ത് വരില്ല. ചില ആളുകൾക്ക് മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ. അത് നമ്മൾ പശുവിൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ മട്ടൻ്റെ ഓവറായിട്ടുള്ള ആ ഒരു സ്മെല്ല് വരില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് റൈസ് കേട്ടോ, ഒരു 3/4 ഭാഗം റൈസ് ഞാൻ അതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ദം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ആ ഒരു സവാളയും അതുപോലെ തന്നെ കാഷ്നട്ടും മുന്തിരിയും അതേപോലെ ഇതിലേക്ക് ഞാൻ പുതിനയും മല്ലിയിലും കൂടി ഇട്ട് പിന്നെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി നമ്മളിത് ലെയർ ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലാട്ടോ. ശരിക്കും നമ്മളിത് കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കണ ആ ഒരു സ്മെൽ, മട്ടൻ ബിരിയാണിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഓരോ ടിപ്പാണത്. നമ്മൾ ഇങ്ങനെ കാഷ്നട്ടും അതുപോലെ പിസ്തയൊക്കെ നമ്മൾ നന്നായിട്ട് അതിൽ മല്ലിയിലും പുതിനയിലൊക്കെ നന്നായിട്ട് ഈ മസാലയും ബിരിയാണി മസാലയൊക്കെ തിരുമ്മി ലെയർ ചെയ്യുമ്പോടുമ്പോൾ ആ റൈസിനും ഒക്കെ നല്ല സ്മെല്ലാട്ടോ വരിക. അപ്പോൾ ഞാൻ ആ മസാലയൊക്കെ ഞാൻ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വളരെ ക്വാണ്ടിറ്റി കുറവായ കാരണം ഞാൻ ഒറ്റ ലെയറിൽ മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചോറും ഞാൻ അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊരിച്ച് വെച്ച ആ ഒരു കാഷ്നട്ടും മുന്തിരിയും അതുപോലെ പുതിനയും മല്ലിച്ചപ്പും ബിരിയാണി മസാലയൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ആ മിക്സ് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ താഴെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് മുകളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സാഫ്രോണും പിന്നെ ആ ഒരു പാലിൽ കുതിർത്ത് വെച്ചത് നമുക്കിതിലേക്ക് റോസ് വാട്ടറും കൂടിയുള്ളത് പാല് അത് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ഭയങ്കര അടിപൊളി സ്മെല്ലാട്ടോ. എല്ലാവരും കൊതിയാവും, അത്രയും സ്മെല്ലുണ്ട് ബിരിയാണിയുടെ. ഇനി നമുക്ക് നല്ല പശുവിൻ്റെ നെയ്യാട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ച നെയ്യാണ്. അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ സ്പൂണിലും കുറച്ച് ചെറുതാട്ടോ, ടീസ്പൂണല്ല, ആ ടേബിൾ സ്പൂണിലും കുറച്ചും കൂടി ചെറിയ സ്പൂണാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലൊരു നല്ല കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടിപൊളി ചമ്മന്തി അരക്കട്ടെ. മലബാർ ഐറ്റമാണ് കേട്ടോ അത്. ഞങ്ങളവിടെയൊക്കെ മലപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ബിരിയാണിക്ക്. തേങ്ങയും പിന്നെ പുതിന, മല്ലിയില, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് തൈരും കൂട്ടി നന്നായിട്ട് അടിക്കുക കേട്ടോ. ഇത്ര പണിയുള്ളൂ, പക്ഷേ സൂപ്പറാട്ടോ, അടിപൊളിയാണ്. അപ്പം ബിരിയാണിക്ക്, ഈ മട്ടൻ ബിരിയാണിക്ക് ഈ ഒരു ചമ്മന്തി സൂപ്പറാട്ടോ. പിന്നെ ഇവിടെ പുളിങ്കറിയും അച്ചാറും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പോൾ അതണ്ട ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കാസറോളിലേക്ക് നമുക്കിതൊന്ന് പകർത്താം കേട്ടോ. അപ്പോൾ നമുക്കിത് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കേട്ടോ അടിപൊളി മണമാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണേ മുന്നോട്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് അതിനുള്ളൊരു ആ ഒരു ഇഷ്ടം തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മൂഡ് ഓഫ് ആവും, നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാനിത് എല്ലാ ബിരിയാണിയും നമ്മൾ കാസറോളിക്ക് മാറ്റിയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി കേട്ടോ, ഒരു സംശയമില്ല കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടായിക്കോളും. പപ്പടം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിന് കൂടെ കഴിക്കാനായിട്ട്. ഇത്രയൊക്കെയാണ് വീഡിയോ.